അപേക്ഷ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? പൂർണ്ണ വിശദീകരണം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു സർക്കാർ അപേക്ഷ നൽകിയ ശേഷം അത് ഏത് ഘട്ടത്തിലാണ് എന്നത് എങ്ങനെ കൃത്യമായി പരിശോധിക്കാം എന്നതാണ്. പലർക്കും അപേക്ഷ കൊടുത്താൽ പിന്നെ ഓഫീസിൽ പോയി ചോദിക്കാതെ കാര്യമറിയാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഭൂരിഭാഗം സർക്കാർ സേവനങ്ങൾക്കും ഓൺലൈൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. അപേക്ഷ നൽകുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ അല്ലെങ്കിൽ റഫറൻസ് നമ്പർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നമ്പർ സുരക്ഷിതമായി സൂക്ഷിക്കണം, കാരണം സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഇതാണ് അടിസ്ഥാന വിവരം. സർക്കാർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർവീസ് പോർട്ടൽ തുറന്ന് അപേക്ഷ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഫയൽ പ്രോസസ്സിലാണ് എന്നോ രേഖകൾ അപൂർണമാണെന്നോ തീരുമാനമായി എന്നോ വ്യക്തമായി അറിയാം. ഇത് അറിയുമ്പോൾ അനാവശ്യമായി ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യം ഒഴിവാക്കാം. സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടും നീണ്ട സമയമായി മാറ്റമില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടി തീരുമാനിക്കാം. ഓഫീസിൽ ചോദിക്കണമോ എഴുത്തുപരാതി നൽകണമോ എന്നത് സ്റ്റാറ്റസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതിനാൽ അപേക്ഷ നൽകിയാൽ കാത്തിരിക്കാതെ ഇടയ്ക്കിടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ശീലം വളർത്തണം. അവിടെ അപേക്ഷ നമ്പർ നൽകിയാൽ ഫയൽ ഇപ്പോൾ ഏത് ഡെസ്കിലാണ്, ഏത് ഘട്ടം കഴിഞ്ഞു എന്നതുവരെ വിവരങ്ങൾ കാണിക്കും. ചില പോർട്ടലുകളിൽ SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി അപ്ഡേറ്റുകളും ലഭിക്കും. ഇത് സമയം ലാഭിക്കും, മാനസിക സമ്മർദ്ദം കുറക്കും, കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകാനും സഹായിക്കും.